വിശ്രാന്തി 15/4/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ ആത്മാക്കളായ നിങ്ങളോട് ആത്മീയ സംഭാഷണം നടത്തുന്നു. നിങ്ങൾ 21 ജന്മത്തേക്ക് വേണ്ടി തൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്യുവാനായി ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഇപ്രകാരം ഇൻഷുർഡ് ആകുന്നു. അതിലൂടെ നിങ്ങൾ അമരമായി മാറുന്നു. ചോദ്യം: മനുഷ്യരും തങ്ങളുടെ ലൈഫ് ഇൻഷുർ ചെയ്യിക്കുന്നു, കുട്ടികളായ നിങ്ങളും ചെയ്യിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം: മനുഷ്യർ തൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്യിക്കുന്നത് മരിച്ചു പോവുകയാണെങ്കിൽ കുടുംബത്തിൽ ഉള്ളവർക്ക് ധനം കിട്ടട്ടെ എന്നതിനു വേണ്ടിയാണ്. കുട്ടികളായ നിങ്ങൾ ഇൻഷുർ ചെയ്യുന്നത് 21 ജന്മത്തേക്ക് നമ്മൾ മരിക്കാതെ ഇരിക്കട്ടെ, അമരമായി മാറട്ടെ എന്നതിനു വേണ്ടിയാണ്. സത്യയുഗത്തിൽ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ തൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്യുകയാണ്, പിന്നെ ഒരിക്കലും മരിക്കുകയില്ല. ഈ സന്തോഷം ഉണ്ടായിരിക്കണം. ഗീതം: ഇത് ആരാണ് ഇന്ന് പ്രഭാതത്തിൽ വന്നിരിക്കുന്നത്? ഓം ശാന്തി. ആത്മീയ പിതാവ് ഇരുന്ന് ആത്മീയ കുട്ടികളുമായി ആത്മീയ സംഭാഷണം നടത്തുന്നു. കുട്ടികളായ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ബാബ നമുക്കായി 21 ജന്മത്തേക്ക് എന്നല്ല 40-50 ജന്മങ്ങൾക്ക് വേണ്ടി ഇൻഷുർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ളവർ ഇൻഷുർ ചെയ്യുന്നത് മരിച്ചു പോയെങ്കിൽ അവരുടെ കുടുംബത്തിന് ധനം ലഭിക്കുവാനാണ്. നിങ്ങൾ ഇൻഷുർ ചെയ്യുന്നത് 21 ജന്മത്തേക്ക് മരിക്കാതിരിക്കട്ടെ എന്നതിനു വേണ്ടിയാണ്. അമരമാക്കി മാറ്റുകയല്ലേ? നിങ്ങൾ അമരമായിരുന്നു. മൂലവതനവും അമര ലോകമാണ്. അവിടെ മരിക്കുകയോ ജനിക്കുകയോ ചെയ്യുന്നതിൻ്റെ കാര്യം ഇല്ല. അത് ആത്മാക്കളുടെ നിവാസ സ്ഥാനമാണ്. ഇപ്പോൾ ഈ ആത്മീയ സംഭാഷണം ബാബ തൻ്റെ കുട്ടികളോടാണ് നടത്തുന്നത്, മറ്റാരോടും നടത്തുന്നില്ല. ഏത് ആത്മാവാണോ സ്വയം തന്നെ അറിയുന്നത് അവരോട് തന്നെയാണ് സംസാരിക്കുന്നത്. മറ്റാരും ബാബയുടെ ഭാഷയെ മനസ്സിലാക്കുകയില്ല. പ്രദർശനികളിലും ഇത്രയും പേർ വരുന്നു, നിങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്നുണ്ടോ? വളരെ പ്രയാസപ്പെട്ട് അല്പം മനസ്സിലാക്കുന്നു. നിങ്ങൾക്കും മനസ്സിലാക്കിച്ച് എത്ര വർഷങ്ങളായി, എന്നിട്ടും എത്ര കുറച്ച് പേരാണ് മനസ്സിലാക്കും? അതും സെക്കൻഡിൽ മനസ്സിലാക്കാനുള്ള കാര്യമാണ്. നമ്മൾ ആത്മാക്കൾ പാവനമായിരുന്നു. അത് പതീതമായി. പിന്നെ നമുക്ക് പാവനം ആകേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്വീറ്റ് ഫാദറിനെ ഓർമ്മിക്കണം. ആ ഒന്നിനേക്കാൾ സ്വീറ്റായി മറ്റൊന്നുമില്ല. ഈ ഓർമ്മിക്കുന്നതിൽ തന്നെയാണ് മായയുടെ വിഘ്നം വരുന്നത്. ബാബ നമ്മളെ അമരമാക്കി മാറ്റുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് എന്നതും അറിയുന്നുണ്ട്. പുരുഷാർത്ഥം ചെയ്ത് അമരമായി അമരപുരിയുടെ അധികാരിയാകണം. എല്ലാവരും അമരം ആവുകയില്ല. സത്യയുഗത്തെ പറയുന്നത് തന്നെ അമരലോകം എന്നാണ്. ഇതാണ് മൃത്യുലോകം. ഇതാണ് അമരകഥ. ശങ്കർ പാർവതിയെ മാത്രം അമരകഥ കേൾപ്പിച്ചു എന്നല്ല, അതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. കുട്ടികളായ നിങ്ങൾ എന്നിൽ നിന്നും മാത്രം കേൾക്കൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ.
ജ്ഞാനം എനിക്ക് മാത്രമേ തരാൻ കഴിയൂ. ഡ്രാമ പ്ലാൻ അനുസരിച്ച് മുഴുവൻ ലോകവും തമോ പ്രധാനം ആയിരിക്കുകയാണ്. അമരപുരിയിൽ രാജ്യം ഭരിക്കണം. അതിനെ തന്നെയാണ് അമരപദം എന്ന് പറയുന്നത്. അവിടെ ഇൻഷുറൻസ് കമ്പനികളോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇൻഷുർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല. ബുദ്ധിയിൽ ഈ സന്തോഷം ഉണ്ടായിരിക്കണം. നമ്മൾ അമരപുരിയുടെ അധികാരി ആവുകയാണ്. അപ്പോൾ അമരപുരിയെ ഓർമ്മിക്കേണ്ടി വരും. മൂലവതനം വഴി തന്നെയാണ് പോകേണ്ടതുള്ളത്. ഇതും മന്മനാഭവ ആകുന്നു. മൂലവതനമാണ് മന്മനാഭവ. അമർപുരിയാണ് മധ്യാജീഭവ. ഓരോ കാര്യത്തിലും 2 വാക്കുകൾ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് എത്ര പ്രകാരത്തിൽ അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു ബുദ്ധിയിൽ ഇരിക്കുന്നതിനു വേണ്ടി. ഏറ്റവും കൂടുതൽ പ്രയത്നം തന്നെ ഇതിലാണ്. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തുക. 84 ജന്മത്തിൽ ഭിന്ന ഭിന്ന നാമം, രൂപം, ദേശം, കാലം എന്നിവയിൽ കറങ്ങി വന്നു. സത്യയുഗത്തിൽ ഇത്ര ജന്മം, ത്രേതായിൽ ഇത്ര. ഇതും വളരെയധികം കുട്ടികൾ മറന്നു പോകുന്നു. മുഖ്യമായ കാര്യമാണ് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി സ്വീറ്റ് ബാബയെ ഓർമ്മിക്കുക. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം ഇത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നതിലൂടെ സന്തോഷം നിലനിൽക്കും. വരൂ, വന്ന് പാവനമാക്കൂ എന്ന് ആരെയാണോ നമ്മൾ പകുതി കൽപ്പം ഓർമ്മിച്ചിരുന്നത്, വീണ്ടും ആ ബാബ വന്നിരിക്കുകയാണ്. പാവനമായി ഇരിക്കുന്നത് മൂലവതനത്തിലും അമരപുരിയായ സത്യയുഗത്തിലും ആണ്. ഭക്തിയിൽ മനുഷ്യർ പുരുഷാർത്ഥം ചെയ്യുന്നു. മുക്തിയിലും കൃഷ്ണപുരിയിലും പോകുന്നതിന് വേണ്ടി. മുക്തി എന്ന് പറയാം, അഥവാ നിർവാണധാമം എന്ന് പറയാം. വാനപ്രസ്ഥം എന്ന വാക്ക് കറക്റ്റാണ്. വാനപ്രസ്ഥികൾ ആകട്ടെ നഗരത്തിൽ തന്നെ കഴിയുന്നു. സന്യാസിമാർ ആകട്ടെ വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. ഇക്കാലത്തെ വാനപ്രസ്ഥികളിൽ ബലം ഇല്ല. സന്യാസിമാരാകട്ടെ ബ്രഹ്മത്തെ ഭഗവാൻ എന്ന് പറയുന്നു, ബ്രഹ്മലോകം എന്ന് പറയുന്നില്ല. ആരുടെയും പുനർജന്മം അവസാനിക്കുന്നില്ല എന്ന് ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. അവരവരുടെ പാർട്ട് എല്ലാവരും അഭിനയിക്കുന്നു. ആവാഗമനത്തിൽ നിന്നും ഒരിക്കലും മുക്തമാകുന്നില്ല. ഈ സമയത്ത് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ഇനിയും വന്നുകൊണ്ടിരിക്കും. പുനർജന്മം എടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഫസ്റ്റ് ഫ്ലോർ ശൂന്യമാകും. മൂലവതനമാണ് ഫസ്റ്റ് ഫ്ലോർ. സൂക്ഷ്മവതനമാണ് സെക്കൻഡ് ഫ്ലോർ. ഇതാണ് തേർഡ് ഫ്ലോർ, അഥവാ ഗ്രൗണ്ട് ഫ്ലോർ എന്നും ഇതിനെ പറയാം. മറ്റൊരു ഫ്ലോർ ഇല്ല. നക്ഷത്രങ്ങളിലും ലോകമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇല്ല. ഫസ്റ്റ് ഫ്ലോറിൽ ആത്മാക്കൾ നിവസിക്കുന്നു. പിന്നെ മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ലോകമുള്ളത്. നിങ്ങൾ പരിധിയില്ലാത്ത വൈരാഗികളായ കുട്ടികളാണ്. നിങ്ങൾ ഈ പഴയ ലോകത്തിൽ ഇരുന്നു കൊണ്ട് ഈ കണ്ണുകൾ കൊണ്ട് എല്ലാം കണ്ടുകൊണ്ടും കാണാതിരിക്കണം. ഇതാണ് മുഖ്യ പുരുഷാർത്ഥം. കാരണം ഇവയെല്ലാം സമാപ്തമാകും. ലോകം ഉണ്ടായിട്ടേയില്ല എന്നല്ല, ഉണ്ടായിരിക്കുന്നു. എന്നാൽ അതിനോട് വൈരാഗ്യം ഉണ്ടാകും. അതായത് പഴയ ലോകത്തോട് വൈരാഗ്യം. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ഭക്തിക്ക് ശേഷമാണ് ജ്ഞാനം. പിന്നെ ഭക്തിയോട് വൈരാഗ്യം ഉണ്ടാകുന്നു. ഇത് പഴയ ലോകമാണ് എന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇത് നമ്മുടെ അന്തിമ ജന്മമാണ്. ഇപ്പോൾ എല്ലാവർക്കും തിരികെ പോകേണ്ടതുണ്ട്. കൊച്ചു കുട്ടികൾക്കും
ശിവബാബയുടെ ഓർമ്മ വരുത്തണം. തലതിരിഞ്ഞ ആഹാരപാനീയങ്ങളുടെയും മറ്റും ഒരു ശീലവും വരുത്തരുത്. കുട്ടിക്കാലം മുതൽ ഏതൊരു ശീലം വരുത്തുന്നുവോ അതേപോലുള്ള ശീലം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇക്കാലത്തെ സംഘദോഷം വളരെ മോശമായതാണ്. നല്ല കൂട്ടുകെട്ട് അക്കരെ എത്തിക്കുന്നു, മോശമായ കൂട്ടുകെട്ട് മുക്കിത്താഴ്ത്തും. ഇത് വിഷയസാഗരവും വേശ്യാലയവും ആണ്. സത്യം ഒരേ ഒരു പരംപിത പരമാത്മാവാണ്. ഗോഡ് ഈസ് വൺ എന്ന് പറയുന്നു. ആ ഒന്ന് വന്ന് സത്യമായ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ പറയുന്നു, ഹേ ആത്മീയ കുട്ടികളെ, നിങ്ങളുടെ പിതാവായ ഞാൻ നിങ്ങളുമായി ആത്മീയ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങൾ വിളിക്കുന്നുവല്ലോ. ആ ഒന്ന് ജ്ഞാന സാഗരമാണ്, പതീത പാവനമാണ്, പുതിയ സൃഷ്ടിയുടെ രചയിതാവാണ്, പഴയ സൃഷ്ടിയുടെ വിനാശം ചെയ്യിക്കുന്നു. ഈ ത്രിമൂർത്തികൾ പ്രസിദ്ധമാണ്. ഉയർന്നതിലും ഉയർന്നതാണ് ശിവൻ. ശരി, പിന്നെ സൂക്ഷ്മ ലോകത്തിലാണ് ബ്രഹ്മ, വിഷ്ണു, ശങ്കർ. അവരുടെയും സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നു. കാരണം പവിത്രമാണല്ലോ. അവരെ ചൈതന്യത്തിൽ ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയില്ല. വളരെയധികം നൗത ഭക്തിയിലൂടെ കാണുവാൻ കഴിയുന്നു. ആരെങ്കിലും ഹനുമാന്റെ ഭക്തനാണ് എന്നിരിക്കട്ടെ, എങ്കിൽ ഹനുമാന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ശിവന്റെ ഭക്തരോട് പരമാത്മാവ് അഖണ്ഡ ജ്യോതി സ്വരൂപമാണ് എന്ന് അസത്യമാണ് പറയപ്പെട്ടിരിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ ഇത്രയും ചെറിയ ബിന്ദുവാണ്. അവർ പറയുന്നു, അഖണ്ഡ ജ്യോതി സ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തു എന്ന്. അർജുനൻ പറഞ്ഞു, മതി, എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന്. അർജുനന് സാക്ഷാത്കാരം ഉണ്ടായി. അപ്പോൾ ഇത് ഗീതയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അഖണ്ഡ ജ്യോതിയുടെ സാക്ഷാത്കാരം ഉണ്ടായി എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഇവയെല്ലാം മനസ്സന്തോഷം ഉണ്ടാക്കുന്നതിനുള്ള ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. ഞാൻ അഖണ്ഡ ജ്യോതി സ്വരൂപമാണ് എന്ന് ഞാൻ പറയുന്നതില്ല. ഏതുപോലെ നിങ്ങളുടെ ആത്മാവ് ബിന്ദുവിന് സമാനമാണോ, അതുപോലെ തന്നെയാണ് ഞാൻ. ഏതുപോലെ നിങ്ങൾ ഡ്രാമയുടെ ബന്ധനത്തിലാണോ, അതേപോലെ ഞാനും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സർവ ആത്മാക്കൾക്കും അവരവരുടെ പാത്ത് ലഭിച്ചിട്ടുണ്ട്. പുനർജന്മം എല്ലാവർക്കും എടുക്കുക തന്നെ വേണം. നമ്പർ വാറായി എല്ലാവർക്കും വരിക തന്നെ വേണം. ആദ്യ നമ്പറിലുള്ളയാൾ പിന്നെ താഴെ വരുന്നു. എത്ര കാര്യങ്ങളാണ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നത്. സൃഷ്ടിയാകുന്ന ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. പകലിനു ശേഷം രാത്രി വരുന്നത് പോലെ കലിയുഗത്തിനു ശേഷം സത്യയുഗം, പിന്നെ ത്രേത, പിന്നെ സംഗമയുഗം വരുന്നു. സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ പരിവർത്തനം ഉണ്ടാക്കുന്നത്. ആരാണോ സദോ പ്രധാനം ആയിരുന്നത് അവർ തന്നെ ഇപ്പോൾ തമോ പ്രധാനം ആയി. അവർ തന്നെ വീണ്ടും സദോ പ്രധാനമാകും. വിളിക്കുന്നുണ്ട്, ഹേ പതീത പാവന വരൂ എന്ന്. അതിനാൽ ഇപ്പോൾ ബാബ പറയുന്നു, മന്മനാഭവ. ഞാൻ ആത്മാവാണ്, എനിക്ക് ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇത് യഥാർത്ഥ രീതിയിൽ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആത്മാക്കളുടെ പിതാവ് എത്ര മധുരമാണ്,
ആത്മാവ് തന്നെ മധുരമാണല്ലോ. ശരീരമാണെങ്കിൽ ഇല്ലാതാക്കുന്നു. പിന്നെ അയാളുടെ ആത്മാവിനെ വിളിക്കുന്നു. സ്നേഹം ആത്മാവിനോടാണല്ലോ ഉണ്ടാകുന്നത്. സംസ്കാരം ആത്മാവിലാണ് ഉള്ളത്. ആത്മാവ് തന്നെയാണ് പഠിക്കുന്നതും കേൾക്കുന്നതും. ദേഹമാകട്ടെ ഇല്ലാതാകുന്നു. ഞാൻ ആത്മാവ് അമരമാണ്. പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് കരയുന്നു? ഇത് ദേഹാഭിമാനമാണല്ലോ. നിങ്ങൾക്ക് ദേഹത്തിനോടാണ് സ്നേഹം. ആത്മാവിനോടാണ് സ്നേഹം ഉണ്ടാകേണ്ടത്. അവിനാശി വസ്തുവിനോട് സ്നേഹമുണ്ടാകണം. വിനാശി വസ്തുവിൽ സ്നേഹം ഉണ്ടാകുന്നതിലൂടെ തന്നെയാണ് അടിവഴക്കുകൾ കൂടുന്നത്. സത്യയുഗത്തിൽ ദേഹി അഭിമാനിയാണ്. അതിനാൽ സന്തോഷത്തോടെ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. കരഞ്ഞ് നിലവിളിക്കലൊന്നും ഉണ്ടാകുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെ ആത്മാ അഭിമാനി അവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടി വളരെയധികം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ആത്മാവാണ്. തൻ്റെ സഹോദരനെ അഥവാ ആത്മാവിനെ ബാബയുടെ സന്ദേശം കേൾപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരൻ ഈ ഓർഗൻസിലൂടെ കേൾക്കുന്നു. ഇങ്ങനെ അവസ്ഥ ഉറപ്പിക്കൂ. ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. അപ്പോൾ വികർമ്മം വിനാശമായിക്കൊണ്ടിരിക്കും. സ്വയവും ആത്മാവായി മനസ്സിലാക്കൂ. അവരെയും ആത്മാവായി മനസ്സിലാക്കണം. അപ്പോൾ ഉറച്ച ശീലമാകും. ഇതാണ് ഗുപ്ത പ്രയത്നം. അന്തർമുഖരായി ഈ അവസ്ഥയെ ഉറപ്പിക്കണം. എത്ര സമയം കണ്ടെത്താനാകുമോ അത്രയും ഇതിൽ വിനിയോഗിക്കൂ. 8 മണിക്കൂർ തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. ഉറങ്ങുകയും ചെയ്യൂ. ബാക്കി ഇതിൽ വിനിയോഗിക്കൂ. 8 മണിക്കൂർ വരെ എത്തിച്ചേരണം. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നിലനിൽക്കും. പതീത പാവനായ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെയാണ്, സംഗമത്തിലാണ് ലഭിക്കുന്നത്. ബാബയിരുന്ന് നിങ്ങളെ ജ്ഞാനം മനസ്സിലാക്കിക്കുന്ന ഈ സംഗമയുഗത്തിനാണ് മുഴുവൻ മഹിമയും. ഇതിൽ സ്ഥൂലമായ യാതൊരു കാര്യവുമില്ല. എന്തെല്ലാം നിങ്ങൾ എഴുതുന്നുവോ അവയെല്ലാം ഇല്ലാതാകും. പോയിന്റ്സ് കുറിച്ചെടുക്കുന്നതിലൂടെ ഓർമ്മ നിലനിൽക്കും. അതിനു വേണ്ടിയാണ് നോട്ട് ചെയ്യുന്നത്. ചിലരുടെ ബുദ്ധി തീവ്രമായിരിക്കുന്നു. അതിനാൽ ബുദ്ധിയിൽ ഓർമ്മ നിലനിൽക്കുന്നു. നമ്പർ വാർ ആണല്ലോ മുഖ്യമായ കാര്യം. ബാബയെ ഓർമ്മിക്കണം. സൃഷ്ടി ചക്രത്തെ ഓർമ്മിക്കണം. യാതൊരു വികർമ്മവും ചെയ്യരുത്. ഗൃഹസ്ഥ വ്യവഹാരത്തിലും ഇരിക്കണം. തീർച്ചയായും പവിത്രമാകണം. മോശമായ ചിന്തകളുള്ള ചില കുട്ടികൾ മനസ്സിലാക്കുന്നു, നമുക്ക് ഇന്ന വ്യക്തി വളരെ നല്ലതായി തോന്നുന്നു, ഇന്ന വ്യക്തിയുമായി നമ്മൾ ഗാന്ധർവ വിവാഹം നടത്തട്ടെ എന്ന്. എന്നാൽ ഈ ഗാന്ധർവ വിവാഹം നടത്തിക്കുന്നത് ബന്ധുമിത്രാദികൾ വളരെയധികം ഉപദ്രവിക്കുമ്പോൾ അവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഗാന്ധർവ വിവാഹം കഴിക്കും എന്ന് എല്ലാവരും പറയുകയില്ല. അവർക്ക് ഒരിക്കലും ഇരിക്കുവാൻ കഴിയില്ല. ആദ്യ ദിവസം പോയി തന്നെ അഴുക്കുചാലിൽ വീഴും. നാമരൂപങ്ങളിൽ ഇഷ്ടം തോന്നുന്നു. ഇത് വളരെ മോശമായ കാര്യമാണ്. ഗാന്ധർവ വിവാഹം ചെയ്യുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെ അല്ല. പരസ്പരം ഇഷ്ടം തോന്നിയാൽ പറയുന്നു ഗാന്ധർവ വിവാഹം കഴിക്കട്ടെ എന്ന്. ഈ കാര്യത്തിൽ ബന്ധുക്കൾ വളരെ സൂക്ഷിച്ചിരിക്കണം.
മനസ്സിലാക്കണം ഈ കുട്ടിയെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല എന്ന്. ആരോട് ഇഷ്ടം തോന്നിയോ അവരിൽ നിന്നും മാറ്റിക്കളയണം, ഇല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. ഈ സഭയിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മുന്നോട്ട് പോകവേ വളരെയധികം നിയമാനുസൃതമായ സഭ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉള്ളവരെ വരാൻ അനുവദിക്കില്ല. ഏതു കുട്ടികളാണോ ആത്മീയ സേവനത്തിൽ തൽപരരായി ഇരിക്കുന്നത്, ആരാണോ യോഗത്തിലിരുന്ന് സേവനം ചെയ്യുന്നത്, അവർ തന്നെയാണ് സത്യയോഗി രാജധാനി സ്ഥാപിക്കുന്നതിൽ സഹായി ആകുന്നത്. സർവീസുള്ളായ കുട്ടികൾക്ക് വേണ്ടി ബാബയുടെ ഡയറക്ഷനാണ്. വിശ്രമം ഹറാമാണ്, അതായത് നിഷിദ്ധമാണ്. ആരാണോ വളരെയധികം സർവീസ് ചെയ്യുന്നത് അവർ തീർച്ചയായും രാജാവും റാണിയും ആകും. ആരെല്ലാം പ്രയത്നിക്കുന്നുവോ തനിക്ക് സമാനമാക്കി മാറ്റുന്നുവോ അവരിൽ ശക്തിയും ഉണ്ടായിരിക്കുന്നു. സ്ഥാപനയാകട്ടെ ഡ്രാമ അനുസരിച്ച് നടക്കുക തന്നെ വേണം. നല്ല രീതിയിൽ എല്ലാ പോയിന്റുകളും ധാരണ ചെയ്ത് പിന്നെ സേവനത്തിൽ മുഴുകണം. വിശ്രമം നിഷിദ്ധമാണ്. സേവനം തന്നെ സേവനം എന്നാകണം. അപ്പോൾ ഉയർന്ന പദവി നേടും. മേഘം വന്നു ഉന്മേഷഭരിതമായി സേവനത്തിനു വേണ്ടി പോയി. നിങ്ങൾക്ക് വളരെയധികം സേവനങ്ങൾ വരും. മനുഷ്യർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും വിധത്തിലുള്ള പലതരത്തിലുള്ള ചിത്രങ്ങൾ ഇറങ്ങും. ഈ ചിത്രങ്ങളും മറ്റും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഇതിലും ആരാണോ നമ്മുടെ ബ്രാഹ്മണ കുലത്തിലേത് അവർ നല്ല രീതിയിൽ മനസ്സിലാക്കും. മനസ്സിലാക്കിക്കുന്നവരും നല്ലതാണെങ്കിൽ കുറച്ച് മനസ്സിലാകും. ആരാണോ നല്ല രീതിയിൽ ധാരണ ചെയ്ത് ബാബയെ ഓർമ്മിക്കുന്നത് അവരുടെ മുഖത്തിലൂടെ തന്നെ അറിയുവാൻ കഴിയുന്നു. ബാബ, നമ്മൾ അങ്ങയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കും. അപ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ വാദ്യം മുഴങ്ങിക്കൊണ്ടിരിക്കും. സേവനത്തിൻ്റെ വളരെയധികം താല്പര്യങ്ങൾ ഉണ്ടാകും. റിഫ്രഷ് ആയി ഇവർ ഓടിപ്പോയി. സേവനത്തിനു വേണ്ടി ഓരോ സെന്ററിൽ നിന്നും വളരെ പേർ തയ്യാറാകണം. നിങ്ങളുടെ സേവനം വളരെയധികം വ്യാപിക്കും. നിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കും. ഒടുവിൽ ഒരു ദിവസം സന്യാസിമാരും വരും. ഇപ്പോഴാകട്ടെ അവരുടെ രാജ്യമാണ്. അവരുടെ കാൽക്കൽ വീഴുന്നു, പൂജിക്കുന്നു. ബാബ പറയുന്നു, ഇത് ഭൂതപൂജയാണ്. എനിക്കാണെങ്കിൽ പാദങ്ങൾ തന്നെയില്ല, അതിനാൽ പൂജിക്കാനും അനുവദിക്കില്ല. ഞാനാകട്ടെ ഈ ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്. അതിനാൽ ഇതിനെ സൗഭാഗ്യശാലി രഥം എന്ന് പറയുന്നു. ഈ സമയം കുട്ടികളായ നിങ്ങൾ വളരെയധികം സൗഭാഗ്യശാലികളാണ്. കാരണം ഇവിടെ നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണ്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആരാണോ വളരെ കാലമായി വേർപിരിഞ്ഞ് അവർ തന്നെയാണ് വരുന്നത്. അവരെ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ഇത് കൃഷ്ണൻ്റെ അന്തിമ ജന്മമാണ്. അതിനാൽ കൃഷ്ണന് ശ്യാമസുന്ദരൻ എന്ന പേരും ഉണ്ടായിരിക്കുന്നു. ശിവനെക്കുറിച്ചും ആർക്കും അറിയില്ല ഏതൊന്നാണ് എന്ന്. ഈ കാര്യം ബാബ തന്നെയാണ് വന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ഞാനാണ് പരമാത്മാവ്, പരംധാമത്തിൽ വസിക്കുന്നവനാണ്. നിങ്ങളും അവിടെ വസിക്കുന്നവരാണ്. ഞാൻ സുപ്രീമാണ്, പതീത പാവനനാണ്. നിങ്ങൾ ഇപ്പോൾ
ഈശ്വരീയ ബുദ്ധിയുള്ളവർ ആയിരിക്കുകയാണ്. ഈശ്വരൻ്റെ ബുദ്ധിയിൽ ഏതൊരു ജ്ഞാനമുണ്ടോ അത് നിങ്ങളെ കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ഭക്തിയുടെ കാര്യമേ ഉണ്ടായിരിക്കുന്നില്ല. ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. അന്തർമുഖിയായി തൻ്റെ അവസ്ഥയെ ഉറപ്പിക്കണം. അഭ്യസിക്കണം. ഞാൻ ആത്മാവാണ്. തൻ്റെ സഹോദരന് അഥവാ ആത്മാവിന് ബാബയുടെ സന്ദേശം നൽകുകയാണ്. ഇങ്ങനെ ആത്മാഭിമാനി ആകുന്നതിൻ്റെ ഗുപ്ത പ്രയത്നം ചെയ്യണം. ആത്മീയ സേവനത്തിൻ്റെ താൽപര്യം വയ്ക്കണം. തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യണം. സംഘദോഷം വളരെ മോശമായ ഒന്നാണ്. അതിൽ നിന്നും സ്വയം തന്നെ സംരക്ഷിക്കണം. തലതിരിഞ്ഞ് ആഹാരപാനീയങ്ങളുടെ ശീലം ഇടരുത്. വരദാനം. വിശ്വമംഗളത്തിൻ്റെ കാര്യത്തിൽ സദാ ബിസിയായിരിക്കുന്ന വിശ്വത്തിൻ്റെ ആധാരമൂർത്തിയായി ഭവിക്കട്ടെ. വിശ്വമംഗളകാരികളായ കുട്ടികൾക്ക് സ്വപ്നത്തിൽ പോലും ഫ്രീ ആയിരിക്കുവാൻ സാധിക്കില്ല. ആര് ദിനരാത്രം സേവനത്തിൽ ബിസിയായിരിക്കുന്നുവോ അവർക്ക് സ്വപ്നത്തിൽ പോലും പല പുതിയ പുതിയ കാര്യങ്ങളും സേവനത്തിൻ്റെ പ്ലാനും രീതികളും കാണപ്പെടുന്നു. അവർ സേവനത്തിൽ ബിസി ആയിരിക്കുന്നത് കാരണം തൻ്റെ പുരുഷാർത്ഥം വ്യർത്ഥമാകുന്നതിൽ നിന്നും മറ്റുള്ളവരുടെയും വ്യർത്ഥത്തിൽ നിന്നും സുരക്ഷിതരായി ഇരിക്കുന്നു. അവരുടെ മുന്നിൽ പരിധിയില്ലാത്ത വിശ്വത്തിലെ ആത്മാക്കൾ സദാ എമർജ് ആയിരിക്കുന്നു. അവർക്ക് അല്പം പോലും അലക്ഷ്യം വരിക സാധ്യമല്ല. ഇങ്ങനെയുള്ള സേവാധാരികളായ കുട്ടികൾക്ക് ആധാരമൂർത്തി ആകുന്നതിൻ്റെ വരദാനം പ്രാപ്തമാകുന്നു. സ്ലോഗൻ. സംഗമയുഗത്തിലെ ഓരോരോ സെക്കൻഡും വർഷങ്ങൾക്ക് സമാനമാണ്. അതിനാൽ അലക്ഷ്യത്തിൽ സമയം പാഴാക്കാതിരിക്കൂ. അവ്യക്ത സൂചന. കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയി ആകൂ. ആരോടൊപ്പം സ്വയം സർവശക്തിവാനായ ബാബ കമ്പൈൻഡ് ആണോ അപ്പോൾ സർവശക്തികളും സ്വതവേ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. എവിടെ സർവശക്തികളും ഉണ്ടോ അവിടെ സഫലത ഉണ്ടാകാതിരിക്കുക എന്നത് അസംഭവ്യമാണ്. ഏതെങ്കിലും നല്ല കൂട്ടുകാരനെ ലൗകികത്തിലും ലഭിക്കുകയാണെങ്കിൽ അവരെ ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. ഇതാണെങ്കിൽ അവിനാശി കൂട്ടുകാരനാണ്. ഒരിക്കലും ചതിക്കുന്ന കൂട്ടുകാരനല്ല. സദാ കൂട്ടുകെട്ട് നിറവേറ്റുന്ന കൂട്ടുകാരനാണ്. അപ്പോൾ സദാ ഒരുമിച്ചിരിക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സംഗമയുഗേ ബ്രാഹ്മണ ജന്മത്തിൻ്റെ വിശേഷ ഉപഹാരമായി ലഭിച്ച മൂന്നാമത്തെ നേത്രത്തിലൂടെ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ ദർശിക്കുന്നു. മസ്തക മധ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന മണിയായി ഞാൻ വിരാജിക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. സാകാര ദേഹത്തിൽ നിന്നും പഴയ ലോകത്തിൽ നിന്നും ഞാൻ ഉപരാമമാകുന്നു.
മൂന്നാമത്തെ നേത്രത്തിലൂടെ ഞാൻ ആത്മലോകത്തെ ദർശിക്കുന്നു. സമസ്ത വിശ്വത്തിൻ്റെ മംഗളകാരിയായ ശിവഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്താൽ പ്രശോഭിതമായിരിക്കുന്ന ആത്മഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എത്ര ആനന്ദമാണ്, എത്ര ശാന്തിയാണ്. മധുരമായ ബാബ മൂന്നാമത്തെ നേത്രത്തിൻ്റെ ദിവ്യ വരദാനം നൽകി എന്നെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റി. ബാബയുടെ സ്നേഹസാഗര സ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് എൻ്റേത് ഒരു ബാബ മാത്രം എന്ന ശക്തിശാലിയും ഗഹനവുമായ തപസ്യയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒന്നിൻ്റെ മാത്രം ശക്തിശാലി ഓർമ്മ വികർമ്മങ്ങളുടെ ബന്ധനത്തെ ഭസ്മമാക്കുകയാണ്. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും ദിവ്യ വരദാനങ്ങളാൽ സമ്പന്നമാക്കുകയാണ്. എന്നിൽ പരമാത്മാ പവിത്രതയുടെ ശക്തി നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ഞാൻ ലീനമാകുന്നു. ഈ ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മായയെ ശക്തിഹീനമാക്കുന്ന, സമസ്യകളെ സമാപ്തമാക്കുന്ന എൻ്റെ മൂന്നാമത്തെ നേത്രം സദാ ശക്തിശാലിയായിരിക്കട്ടെ എന്ന ദൃഢസങ്കല്പം എടുത്തുകൊണ്ട് സാകാരത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു.